എളുപ്പമുള്ള നല്ല 2 റെമഡി പറഞ്ഞുതരാം. അപ്പൊ താരൻ 2 രീതിയിലുണ്ട്. ഒന്ന് ഒരു മോയിസ്റ്റ് ആയിട്ടുള്ള താരനുണ്ട്, 2 ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊടി 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 പോലെ പോകുന്ന താരനുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലെ ഫസ്റ്റ് വൺ കുറച്ച് മോയിസ്റ്റ് ആയിട്ടുള്ള താരന് വേണ്ടിയിട്ടുള്ള റെമഡിയാണ് ആദ്യം പറഞ്ഞു തരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഉലുവ, ഒരു പിടി ഉലുവ നമ്മൾ തലേദിവസം രാത്രി കുതിർക്കാൻ വെക്കുക. പിറ്റേ ദിവസം രാവിലെ നമ്മൾ എന്ത് ചെയ്യുക, അത് നല്ല രീതിയിൽ ഗ്രൈൻഡറിലിട്ട് നല്ല പേസ്റ്റ് ആക്കുക. ഇതിലെന്ത് ചെയ്യണം, 1 കപ്പ് തൈര് ആഡ് ചെയ്യുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ ത്രിഫല ചൂർണം ചേർക്കുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തലയിൽ ഒരു മണിക്കൂർ ഇത് പേസ്റ്റ് ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആര്യവേപ്പിന്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ വേണം നമ്മൾ തല കഴുകാനായിട്ട്. അപ്പൊ ആര്യവേപ്പിന്റെ ഗുണം എന്താ? ആര്യവേപ്പ് ആന്റി ഫംഗൽ ആണ്, ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റിസെപ്റ്റിക് ആണ്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾക്ക് ആ താരന്റെ ആ ചൊറിച്ചില്, ഒരു ഇറിറ്റേഷൻ, അതുപോലെ നമ്മളെ സ്കാൽപ്പ് ഡീടോക്സിഫൈ ചെയ്യാനും ആര്യവേപ്പ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. എന്നിട്ട് എന്ത് വേണം, ഇതൊരു മൈൽഡ് ഷാമ്പൂ ഇട്ടിട്ട് നമുക്ക് കഴുകിക്കളയാം. ഇനി രണ്ടാമത്തെ റെമഡി എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്കാണ്. ആലോവേറയുടെ ജെല്ല് 1 കപ്പ് എടുക്കുക. അതിൽ എന്ത് ചെയ്യുക, 2 ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ ചേർക്കുക. എന്നിട്ട് ഇത് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മളെ സ്കാൽപ്പിൽ തലേ ദിവസം രാത്രി ഇട്ട് കിടക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഇത് എന്താക്കുക, ഇത് തേച്ച് ഇടുക. എന്നിട്ട് 2 മണിക്കൂറിന് ശേഷം നമ്മൾ മേൽ പറഞ്ഞ പോലെ നമ്മളുടെ ആര്യവേപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തല കഴുകുകയും നല്ലൊരു മൈൽഡ് ഷാമ്പൂ ഇട്ടിട്ട് അത് കഴുകിക്കളയാം. അപ്പൊ ഈ 2 റെമഡി നമുക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താരന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും.